ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമ പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാണ്. മംഗളകരമായ ശ്രീശബ്ദത്തിൽ കാവ്യം ആരംഭിക്കുന്നു. ആദ്യത്തെ 8 വരികളിൽ ശ്രീശബ്ദം ആവർത്തിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ്. രാമനാമസ്മരണ അഷ്ടൈശ്വര്യദായകമാണെന്നതിൻ്റെ സൂചനയായി ഇതിനെ കണക്കാക്കാം. പര്യായ പദങ്ങളാൽ ആരാധ്യദേവനെ സ്തുതിക്കുക എന്നത് കീർത്തന സാഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ്. ശ്രീരാമചരിതം പാടാൻ തയ്യാറാകുന്ന എഴുത്തച്ഛൻ കാവ്യാരംഭത്തിൽ രാമനെ ഹൃദയത്തിൽ ആവാഹിക്കുന്നു. ശ്രീരാമചന്ദ്രനായും ശ്രീരാമഭദ്രനായും സീതാഭിരാമനായും ലോകാഭിരാമനായും രാവണാന്തകനായും രാഘവാത്മാവായും രമാപതിയായും രമണീയ വിഗ്രഹനായും കവിയുടെ മനസ്സിലും ഉപാസകൻ്റെ മനസ്സിലും രാമൻ നിറയുന്നു. അടുത്ത 2 വരികളിൽ 4 പ്രാവശ്യം നാരായണനെ നമസ്കരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ നാരായണൻ തന്നെയാണെന്ന് ആദ്യമേ തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ഈ ആവർത്തനത്തിലൂടെ ചെയ്യുന്നത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതി എഴുത്തച്ഛന് മുമ്പേ ഉണ്ടായിരുന്നു. കവിയുടെ അന്തരാത്മാവ് തന്നെയാണ് ഈ പൈങ്കിളി. സരസ്വതീദേവിയുടെ കയ്യിലുള്ള ലീലാശുകത്തിൻ്റെയും പുരാണ കഥാലോലുപനായ ശുഗബ്രഹ്മർഷിയുടെയും സ്മരണ ഈ സന്ദർഭത്തിൽ അനുവാചകനിൽ ഉണരുന്നു. കഥാകഥനത്തിലൂടെ ധർമ്മപ്രബോധനം നടത്തുന്ന സാഹിത്യസാരസർവസ്വമായ പ്രഭാവതിയാണ് എഴുത്തച്ഛൻ്റെ ശാരിക എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മമ ഹൃദി രമതാം, എൻ്റെ ഹൃദയത്തിൽ രമിക്കട്ടെ. കാവ്യരചനാശക്തിയായി രാമൻ ഹൃദയത്തിൽ രമിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു.